ഒടുവിൽ IT തൊഴിലാളികളുടെ സമരത്തിനു മുന്നിൽ കോറോ ഹെൽത്ത് കമ്പനി മുട്ടുമടക്കി. ജീവനക്കാരിൽ 12% പേർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി കൊടുക്കാമെന്നും ബാക്കിയുള്ളവർക്ക് 7 മാസത്തെ ശമ്പളവും അതിനോടൊപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും റിലീവിംഗ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് നൽകാമെന്ന് ഇന്ന് നടന്ന ചർച്ചയിൽ തീരുമാനമായിരിക്കുകയാണ്. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ അനുനയ ചർച്ച വിജയം കണ്ടിരിക്കുന്നു. പിരിച്ചുവിട്ട 12% തൊഴിലാളികളെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ക്രമീകരിക്കും. പിരിച്ചുവിടപ്പെട്ട മറ്റു തൊഴിലാളികൾക്ക് 7 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും റിലീവിംഗ് രേഖകളടക്കം എല്ലാ രേഖകളും നൽകാനും തീരുമാനമായിരിക്കുന്നു. ടെക്കുകൾ, IT പ്രൊഫഷണൽസ് തുടങ്ങിയ പേരുകളിലൊക്കെ അഭിരമിച്ചിരുന്നവർക്ക് നിങ്ങളിപ്പോൾ വെറും IT തൊഴിലാളിയാണെന്നും നിങ്ങൾക്കും വേണം യൂണിയൻ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായോ? ഇനിയെങ്കിലും ടെക്കുകൾ എന്ന തലക്കനത്തിൽ നടക്കുന്നവർ, രാഷ്ട്രീയത്തെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നവർ, സ്വന്തം ജോലി പോയാൽ ആര് സഹായിക്കാൻ ഉണ്ടാകുമെന്ന് കോറോ ഹെൽത്തിലേക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നാളുകളിൽ നിങ്ങൾക്ക് നേരെയും വരും. കാര്യം, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കാറുണ്ട്. നാളെ ഇതേ അവസ്ഥ ഈ ഇലയ്ക്കും വരുമെന്ന് അത് അറിയുന്നുണ്ടാകില്ല. അതുകൊണ്ട് ഇപ്പോൾ കോറോ ഹെൽത്തിൽ സംഭവിച്ചത്, പിന്നീട് ടാൽറോപ്പ് എന്ന കമ്പനിയിൽ സംഭവിച്ചത്, അതെല്ലാം ബാക്കിയുള്ള IT സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ യാതൊരു തൊഴിൽ അവകാശങ്ങളും ഇല്ലാതെ, തൊഴിൽ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിൽ ശബ്ദമുയർത്താൻ ആരുണ്ടാകും? ഒരു മുതലാളി സേവകനും ഉണ്ടാകില്ല. രാഷ്ട്രീയ സംഘടനയെ ഉണ്ടാകുള്ളൂ. ആ രാഷ്ട്രീയ സംഘടനകൾ തീർത്ത പ്രതിരോധമാണ് ഇന്നിപ്പോൾ കോറോ ഹെൽത്ത് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഈ രീതിയിലുള്ള ഒരു കോമ്പൻസേഷനും ഒപ്പം തന്നെ നഷ്ടപ്പെട്ട തൊഴിൽ ഇതര സംസ്ഥാനങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് നൽകാമെന്നുള്ള ധാരണയിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കൂ, സംഘടനാപരം ആവശ്യമാണ്, രാഷ്ട്രീയവും നമുക്ക് ആവശ്യമാണ്. ഈ സംവിധാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഈ നാട്ടിൽ ശബ്ദമുയർത്താൻ ആരുണ്ടാകുമായിരുന്നു? അത് മനസ്സിലാക്കിയവർ ഇനിയെങ്കിലും രാഷ്ട്രീയമൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, പുച്ഛിക്കുമ്പോൾ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന സാഹചര്യം ഉണ്ടാകും, അന്ന് മാത്രമേ കണ്ണു തുറക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ പടുകുഴിയിൽ ചെന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയം എന്തിന് എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഉദ്ദേശം ഈ നാട്ടിൽ മുതലാളിമാരും തമ്പ്രാന്മാരെയൊക്കെ വാഴിക്കുക എന്നുള്ള ആഗ്രഹമാണ്. ഇവരാരും ഒരിക്കലും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഓരോ കമ്പനികളിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ വേഷവിധാനം വെച്ചിട്ട് നിങ്ങൾ പ്രൊഫഷണൽ ആണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ പ്രൊഫഷണൽ അല്ല. ഒരു സ്ഥാപനത്തിലെ മുതലാളിയുടെ തൊഴിലാളിയാണ്, കൂലിക്കാരനാണ്. ആ കൂലിക്ക് ജോലി ചെയ്യുമ്പോൾ മുതലാളി ശമ്പളം തരുന്നു. ആ ശമ്പളം വാങ്ങി വീട്ടിൽ പോകുമ്പോൾ ആ തൊഴിലിന് ഒരു അവകാശം ഒരു സംസ്ഥാനത്തുണ്ട്. അത് എല്ലാ കാലത്തും എല്ലാ വ്യക്തിക്കും കിട്ടേണ്ടത് അവന്റെ അവകാശമാണെന്ന് ആക്കി മാറ്റിയത് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. അല്ലാതെ ഒരു മുതലാളിയുടെയും ഔദാര്യത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞോളൂ.